ഇന്നേ നല്ല നാടൻ മീൻകറി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കുന്നതിനായി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കുറച്ച് കൊച്ചുള്ളി അത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ തക്കാളിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയും കുറക്കുകയും ചെയ്യാം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ടാൽ മതി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറട്ടെ. അതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പുളിവെള്ളം പുളിയോടുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ആവശ്യാനുസരണം ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളക്കട്ടെ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നല്ല തനിനാടൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പയെല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.